ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. നോക്കാം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളെയും ഉന്നതിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നവകേരള പദ്ധതിയുടെ ഭാഗമായി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഒരു പ്രൊജക്റ്റാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് SMC. എന്താണ് SMC? സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നാണ് SMCയുടെ പൂർണ്ണരൂപം. PTA കമ്മിറ്റിക്ക് ബദലായി, അതായത് പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ കമ്മിറ്റിക്ക് ബദലായി വന്നതാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്കൂൾ ഡെവലപ്മെൻ്റ് ആണ്. പാരൻസ് ഗ്രൂപ്പിൽ നിന്നും അംഗങ്ങളും ഉണ്ടാകും, അതുപോലെ ഹെഡ് മാസ്റ്ററും ഉണ്ടായിരിക്കും. ഇനി സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് അധ്യാപകർ, സ്കൂൾ ലീഡർ, വാർഡ് മെമ്പർ, നാട്ടിലെ പ്രമുഖർ, പൂർവാധ്യാപക പ്രതിനിധികൾ, ഹയർ സെക്കൻഡറി തലത്തിലെ ആൾക്കാരും ഉണ്ടാകും. അതുപോലെ SMCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പാരൻസ് ഗ്രൂപ്പിൽ നിന്നും ചെയർമാനും വൈസ് ചെയർമാനും ഉണ്ടായിരിക്കും. കൺവീനർ ഹെഡ് മാസ്റ്ററും ആയിരിക്കും. ഇനി അടുത്തത് SRG. എന്താണ് SRG? സബ്ജക്റ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്നാണ് SRGയുടെ പൂർണ്ണരൂപം. സബ്ജക്റ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്നാണ് SRGയുടെ പൂർണ്ണരൂപം. SRGയിൽ HM, കമ്മിറ്റി കൺവീനർ ഇവരൊക്കെ ഉണ്ടാകും. ശാസ്ത്രമേള, കലാമേള എന്നിവ SRGയുടെ കൺട്രോളിലാണ് നടക്കുന്നത്. ഇനി SRGയിൽ ചെയർമാൻ ആയിരിക്കുന്നത് HM ആയിരിക്കും. SRGയിൽ ആദ്യം നടക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ അവലോകനമാണ്. അത് അവതരിപ്പിക്കുന്നത് കൺവീനർ ആയിരിക്കും. അടുത്ത SRG കൂടുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യും. എല്ലാ അധ്യാപകർക്കും അഭിപ്രായം പറയാം. അതുപോലെ SRG ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ കൂടണം. SRG കൺവീനർ ആർക്കും ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്കൂൾ അധ്യാപകർക്ക് ആവാം എന്നുള്ളതാണ് ആൻസർ. സ്കൂൾ അധ്യാപകരാണ് SRGയുടെ കൺവീനർ ആകുന്നത്. HMന് SRGയുടെ കൺവീനർ ആവാൻ പറ്റില്ല. സീനിയർ ജൂനിയറും ഒന്നും അവിടെ പ്രശ്നമല്ല കൺവീനർ ആകാൻ. പിന്നെ LPക്ക് ഒരു SRG ഗ്രൂപ്പും UPക്ക് ഒരു SRG ഗ്രൂപ്പുമാണ്. SRGക്ക് മിനിറ്റ്സ് ബുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ SRGയും നമ്മുടെ ടീച്ചിങ് മാനുവലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. SRGയും അതുപോലെ ടീച്ചിങ് മാനുവലും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ക്ലാസ് പ്രവർത്തനങ്ങളിലെ റെസ്പോൺസിൽ വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നതും SRGയിലാണ്, അതായത് സബ്ജക്റ്റ് റിസോഴ്സ് ഗ്രൂപ്പിലാണ്. നമ്മുടെ ലൈബ്രറിയിലെ ബുക്ക് എല്ലാവർക്കും ലഭ്യമാകുന്നത് സംബന്ധിച്ചും അവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. പിന്നോക്കക്കാരായ കുട്ടികളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നും SRGയിൽ നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ പ്രതിഭാശാലികൾക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നൽകാം എന്നും അവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ് സഹിതം പദ്ധതി. സഹിതം എന്താണെന്ന് നോക്കാം. അധ്യാപകരെ ഒരു ഉപദേഷ്ടാവ്, അതായത് നമ്മൾ അറിയപ്പെടുന്ന മെൻറ്റർ എന്ന തലത്തിലേക്ക് ആക്കി മാറ്റുന്നത്. അതായത് ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 30 കുട്ടികളുടെയും ചുമതല ഒരു അധ്യാപകൻ്റെ കീഴിലായിരിക്കും. അധ്യാപകനെ സഹരക്ഷിതാവ്, അതായത് മെൻറ്റർ ആക്കി മാറ്റുകയാണ് അവിടെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ 30 കുട്ടികളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടിയുടെ പേഴ്സണാലിറ്റികളൊക്കെ അളന്ന് കൈറ്റിൻ്റെ സഹിതം എന്ന പോർട്ടലിൽ കുട്ടികളുടെ ക്യാരക്ടറൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഈ സഹരക്ഷിതാവ് അഥവാ മെൻറ്ററാണ്. അപ്പോൾ കൈറ്റിൻ്റെ പോർട്ടലാണ് സഹിതം എന്ന് പറയുന്നത്. ഈ സഹിതത്തിലാണ് കുട്ടികളുടെ ക്യാരക്ടറുകളൊക്കെ അധ്യാപകൻ നിരീക്ഷിച്ച് അളന്ന് തിട്ടപ്പെടുത്തി കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്.
അതിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്താം, അതുപോലെ കുട്ടികളുടെ ദുശീലങ്ങൾ മനസ്സിലാക്കി കുട്ടിക്കൊപ്പം നിന്ന് അവരെ നല്ല വഴിക്ക് നയിക്കുവാനുള്ള ഒരവസരവും അധ്യാപകൻ നൽകുന്നു. അപ്പോൾ കുട്ടിയുടെ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ വീക്ഷിക്കാൻ അധ്യാപകന് ഒരവസരം നൽകുന്നുണ്ട്. ഈ സഹിതം പോർട്ടൽ രേഖപ്പെടുത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം അധ്യാപകന് ലഭിക്കുന്നത്. ഇനി അതിൽ തന്നെ പറഞ്ഞ നമ്മുടെ മെൻറ്ററിങ് എന്താണ് എന്ന് നോക്കാം. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം അധ്യാപകനെ മെൻഡർ ആയാണ് കണക്കാക്കുന്നത്. സമഗ്ര സ്കൂൾ വികസന പരിപ്രേക്ഷ്യത്തിൽ മെൻഡറിങ്ങിന് വലിയ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. മെൻഡർ എന്നാൽ സഹരക്ഷിതാവാണ്. കുട്ടിയെ മനസ്സിലാക്കാൻ മെൻഡർ ചെയ്യേണ്ടത് ഗൃഹസന്ദർശനം, രക്ഷകർത്താക്കളുമായുള്ള ആശയവിനിമയം, നിരന്തരമായ നിരീക്ഷണം, അഭിമുഖം എന്നിവയാണ്. വഴികാട്ടൽ, ഉപദേശം, പിന്തുണ, മെച്ചപ്പെടാനുള്ള അവസരം നൽകൽ, ഇതൊക്കെ ചെയ്യുന്നത് മെൻഡർ ആണ്. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം അധ്യാപകനെ മെൻഡർ ആയിട്ട്, അതായത് സഹരക്ഷിതാവായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി പോർട്ട്ഫോളിയോ എന്താന്ന് നോക്കാം. പഠനം പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണ് പോർട്ട്ഫോളിയോ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടിയോട് കഥാരചന അല്ലെങ്കിൽ കവിതാരചന ഇല്ലെങ്കിൽ പ്രസംഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ കുട്ടിയുടെ ഭാവനയിൽ നിന്നും ഉൾത്തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാഠഭാഗവുമായിട്ടുള്ള പെയിൻറ്റിങ്, ചിത്രം രചന തുടങ്ങിയവയൊക്കെ കുട്ടികളോട് ആവശ്യപ്പെടുകയും കുട്ടികൾ അത് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരുടേതായ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുന്ന ഇത്തരം കുട്ടിയുടെ ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിലയിരുത്തുന്നതിനാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുന്ന പ്രധാന രേഖകൾ ഏതൊക്കെയെന്ന് നോക്കാം. നോട്ട് ബുക്ക്, അതുപോലെ തന്നെ കുട്ടിയുടെ ഞാൻ പറഞ്ഞ പോലെ കഥാരചന, കവിതാരചന, ചിത്രരചന തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ മറ്റു പഠന തെളിവുകൾ വിലയിരുത്തുന്നതിന് കുട്ടികൾ രൂപപ്പെടുത്തിയ സൂചകങ്ങൾ, സർഗാത്മക സൃഷ്ടികൾ, വർക്ക്ഷീറ്റുകൾ തുടങ്ങിയവയൊക്കെ പോർട്ട്ഫോളിയോയിൽ വയ്ക്കാം. പോർട്ട്ഫോളിയോയുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ പഠനത്തെ സംബന്ധിച്ച് കുട്ടിക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക. അതായത് ഇപ്പം നമ്മളൊരു ക്ലാസ് PTA വിളിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വെച്ച് പോർട്ട്ഫോളിയോയിൽ പോയി കുട്ടികളുടെ രചനകളൊക്കെ നോക്കാൻ രക്ഷിതാക്കൾക്കും അവകാശമുണ്ട്. അപ്പോൾ കുട്ടികൾ രചന നടത്തി അത് ക്ലാസ്സിൽ വയ്ക്കുമ്പോൾ അത് മറ്റു കുട്ടികൾ നോക്കുകയും അവർക്ക് ഈ കുട്ടിയെ വിലയിരുത്താനും അതുപോലെ ഈ കുട്ടിക്ക് തൻ്റെ മറ്റു കുട്ടികളുമായി കമ്പയർ ചെയ്തുകൊണ്ട് തൻ്റെ സർഗാത്മകതയെ വികസിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം ലഭിക്കുന്നു. അതുപോലെ രക്ഷിതാക്കൾ എല്ലാ കുട്ടികളുടെയും രചനകൾ നോക്കുമ്പോൾ തൻ്റെ കുട്ടിക്ക് കുറച്ചുകൂടി മെച്ചപ്പെടുവാൻ ഒരു അവസരം ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് ഈ പോർട്ട്ഫോളിയോ ഉപയോഗപ്പെടുന്നു. പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന സൂചകങ്ങൾ ആശയവ്യക്തത, ധാരണകളുടെ സ്വാംശീകരണം, അനുയോജ്യമായ രൂപകൽപ്പന, പൂർണ്ണത, തനിമ തുടങ്ങിയവയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.